ഇന്ന് എത്ര പേർ ഹല്ലേലൂയ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ, ഈ സന്ദേശം നിങ്ങൾ കേട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുത്തെ ആശ്വാസം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എൻ്റെ പ്രാണനെ തണുപ്പിക്കണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ക്ഷേമത്തോടും സൗഖ്യത്തോടും ആയിരിക്കുന്ന ഞാൻ കർത്താവിൽ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് സങ്കീർത്തന പുസ്തകങ്ങൾ 94 അധ്യായത്തിൻ്റെ 19 വാക്യത്തെ വായിക്കാം. ഒരിക്കൽ കൂടെ വചനം പറയട്ടെ. 94 സങ്കീർത്തനത്തിൻ്റെ 19 വാക്യം. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ വാക്യം വായിക്കട്ടെ. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ഈ വചനത്തിൽ നിന്നും ചില കാര്യങ്ങളെ ഓർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. ഈ വായിച്ച വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. അവിടെ നമുക്ക് 2 കാര്യങ്ങൾ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വം. അത് ഒരു പ്രശ്നമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യത്തിൻ്റെ 1-ാമത്തെ ഭാഗം ഒരു വലിയ പ്രശ്നമാണ്. ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വം. വേറൊരു ഭാഷാന്തരത്തിൽ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ആകുലങ്ങൾ വർദ്ധിച്ചപ്പോൾ. 1-ാമത്തെ ഭാഗം മനുഷ്യൻ്റെ പ്രശ്നമാണ്. എന്താണ് മനുഷ്യൻ്റെ പ്രശ്നം? അവൻ്റെ ആകുലങ്ങൾ, ചിന്തകൾ, വിചാരങ്ങൾ. മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് ചിന്താകുലങ്ങളുടെ, വിചാരങ്ങളുടെ ഒരു വലിയ കലവറയാണ്. ഓരോ ദിവസവും മനുഷ്യൻ ചിന്തിച്ച് വിചാരങ്ങൾ കൊണ്ട് വർദ്ധിച്ച് ജീവിതം ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന അനേകരെ നമുക്ക് ചുറ്റിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പലരും പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ ഒന്ന് തനിച്ചു വിടുക, ഞാൻ അല്പനേരം ചിന്തിക്കട്ടെ, വിചാരിക്കട്ടെ. വിചാരങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ വിചാരങ്ങളെക്കുറിച്ച് പല ഭാഗങ്ങളിലും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതിൽ 1-2 ഭാഗങ്ങൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ കഷ്ടമനുഭവിക്കുന്ന, ഉപദ്രവങ്ങൾ സഹിച്ച് ജീവിക്കുന്ന വിശ്വാസികളോട് പറയുന്നുണ്ട്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു പദമാണ് ചിന്ത, ആകുലം, വിചാരം. എൻ്റെ ഉള്ളിൽ ആകുലതകൾ വർദ്ധിച്ചപ്പോൾ, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ, മൾട്ടിറ്റ്യൂഡ് ഓഫ് മൈ തോട്ട്സ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിചാരങ്ങൾ. ഇനിയും കുറച്ചും കൂടെ ആഴമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് മനുഷ്യൻ്റെ വിചാരങ്ങളെക്കുറിച്ച്. എന്തു തിന്നും, എന്ത് ഉടുക്കും എന്നുള്ള വിചാരം. മനുഷ്യൻ്റെ വിചാരങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകുലതകൾ, ചിന്തകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവിടെ നാം വായിക്കുന്നുണ്ട് നാളത്തെക്കുറിച്ചുള്ള ചിന്ത, നാളെ എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്ത. അടുത്ത നിമിഷം ഞാൻ എങ്ങനെയായിരിക്കും, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, തലമുറകൾ എങ്ങനെയായിരിക്കുമെന്നുള്ള ചിന്തകൾ ഭരിച്ചുകൊണ്ട് വിചാരങ്ങളുടെ ബഹുത്വത്തിൽ ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർക്ക് മുന്നേറുവാൻ കഴിയാതെ വണ്ണം, ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ വണ്ണം അവർ ഭാരപ്പെട്ടുകൊണ്ട് വിചാരങ്ങളുടെ ബഹുത്വത്തിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും വിചാരങ്ങളുടെ ബഹുത്വത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നീറിപ്പുകയുന്ന ഒരു ജീവിതമാണെങ്കിൽ, നിങ്ങൾക്കൊരു ആശ്വാസ വചനം ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്കൊരു ആശ്വാസത്തിൻ്റെ, വിടുതലിൻ്റെ സന്ദേശവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തതിനായി നന്ദി പറയുന്നു. അപ്പോൾ വിചാരങ്ങൾ, നാളത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ, അടുത്ത സമയത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ, ഞാൻ എങ്ങനെയായിത്തീരും, എൻ്റെ കുടുംബം എങ്ങനെയായിത്തീരും, എൻ്റെ ജോലി സംബന്ധമായ വിഷയങ്ങൾ, എൻ്റെ പഠന വിഷയങ്ങൾ, വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തോടുള്ള ബന്ധത്തിലുള്ള അവരുടെ വിചാരങ്ങൾ, കുടുംബസ്ഥന്മാരാകുമ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള അവരുടെ വിചാരങ്ങൾ, ജോലിക്ക് കടന്നു പോകുന്നവർ അവരുടേതായ ചിന്ത ആകുലങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം ചിന്താകുലങ്ങളുടെ വലിയൊരു കലവറയാണ്. അത് സമുദ്രം പോലെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഓരോ ദിവസവും സമുദ്രത്തിൽ വെള്ളം വന്നു ചേരുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വിചാരങ്ങൾ വന്നു കൂടുകയാണ്. ഓരോ ദിവസവും വിചാരങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിന്ത ആകുലങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആകുലങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നാളെ എന്ത് നടക്കും, നാളെ എന്ത് സംഭവിക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കും, കുടുംബത്തെക്കുറിച്ചുള്ള, അതുപോലെ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് കൈമാറുന്ന ദൂത്, പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ഭാഗമായിരിക്കുന്ന മനുഷ്യൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട് എന്നുള്ളതാണ്. ചിന്ത ആകുലങ്ങളാൽ വർദ്ധിച്ച് അതിൻ്റെ ബഹുത്വത്തിലായിരിക്കുന്നവർക്ക് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് കൈമാറുകയാണ്. അപ്പോൾ 94-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാം വാക്യത്തിൻ്റെ ആരംഭം, ആദ്യ ഭാഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രശ്നമായിരിക്കുന്ന ചിന്താകുലങ്ങൾ, വിചാരങ്ങളുടെ ബഹുത്വം, ആകുലങ്ങൾ, ചിന്തകൾ, അത് വർദ്ധിച്ച് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു കാലം. സ്തോത്രം. ആ സമയത്ത് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം, ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ വണ്ണം നീറിപ്പോകുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള അടുത്ത കാര്യം അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. 19-ാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പ്രശ്നത്തിൻ്റെ പരിഹാരമാണ്. ഒന്നാമത്തെ ഭാഗം മനുഷ്യൻ്റെ പ്രശ്നമാണെങ്കിൽ, രണ്ടാമത്തെ ഭാഗം ആ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരമുണ്ട്. കർത്താവിൽ നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനത്തിലേക്ക് നീ തിരിയുന്നുവെങ്കിൽ, കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നീ തിരിയുന്നുവെങ്കിൽ, നിനക്ക് പ്രശ്നത്തിൻ്റെ പരിഹാരം ലഭിക്കുവാനായിട്ടിടയായിത്തീരും. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എനിക്ക് വിചാരങ്ങളുടെ ബഹുത്വത്തിൽ ആകുലങ്ങൾ വർദ്ധിച്ചപ്പോൾ, ചിന്തകൾ വർദ്ധിച്ചപ്പോൾ, എന്തു ചെയ്യണമെന്ന് ഞാൻ കലങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, അതിൻ്റെ പ്രശ്നപരിഹാരമായി രണ്ടാമത്തെ ഭാഗം പറയുകയാണ്: നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അത് വേറൊരു ഭാഷാന്തരത്തിൽ ഇങ്ങനെയാണ്: അവിടുത്തെ സ്വാതന്ത്ര്യം എൻ്റെ പ്രാണനെ ആനന്ദം നൽകി. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിലുള്ള മനുഷ്യൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി ദൈവവചനം പറയുന്നത് കർത്താവിൻ്റെ ആശ്വാസം, ദൈവത്തിൻ്റെ ആശ്വാസം എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണൻ, എൻ്റെ ആത്മാവിനെ ആനന്ദം നൽകി തരുന്നു.
നിന്റെ സ്വാതന്ത്ര്യം, അവിടുത്തെ സ്വാതന്ത്ര്യം എൻ്റെ പ്രാണനെ ആനന്ദം നൽകിത്തരുന്നു. ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഒരു സമാധാനത്തെ നൽകിത്തരുവാൻ കർത്താവിനെ സാധിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല. വിചാരങ്ങളുടെ ബഹുത്വത്തിൽ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ദൈവപാദപീഠത്തിലേക്ക് കടന്നു വരിക. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞ ഒരേ ഒരു ദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്, നിങ്ങളെ സമാധാനപ്പെടുത്തും, നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ പറയുന്ന യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന നിങ്ങൾക്ക് ആശ്വാസം പ്രാപിപ്പാനായിട്ട് കഴിയും. ചിന്ത ആകുലങ്ങളാൽ, അതിൻ്റെ ബഹുത്വത്തിൽ ചിന്ത വർദ്ധിക്കുമ്പോൾ, ആകുലങ്ങൾ വർദ്ധിക്കുമ്പോൾ, വിചാരങ്ങൾ വർദ്ധിക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടു നിൽക്കുന്നവരെ നിങ്ങളോട് പറയുന്നു, യേശുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വരുന്നുവെങ്കിൽ കർത്താവിൻ്റെ ആശ്വാസത്താൽ നിങ്ങളുടെ ആത്മാവിനെ തണുപ്പിക്കുന്ന അവസ്ഥയിലേക്ക്, ആനന്ദം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം പ്രശ്നത്തിൻ്റെ പരിഹാരമാണ്. മനുഷ്യൻ്റെ ആ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് രണ്ടാമത്തെ ഭാഗം. നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അവിടുത്തെ സ്വാതന്ത്ര്യം എൻ്റെ പ്രാണനെ ആനന്ദം നൽകി. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ വിചാരങ്ങൾ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള, തലമുറയെക്കുറിച്ചുള്ള, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വിചാരങ്ങളാൽ, അതിൻ്റെ ബഹുത്വത്തിൽ, ആ ആകുലങ്ങളുടെ വർധനവിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരട്ടെ. ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ, കർത്താവിൻ്റെ ആശ്വാസങ്ങൾ, യേശുവിൻ്റെ ആശ്വാസം നിന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അവിടുത്തെ സ്വാതന്ത്ര്യം നിന്റെ ആത്മാവിനെ ആനന്ദം നൽകി തരുന്നു. ഇന്ന് എത്ര പേർ ഹല്ലേലൂയ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ, ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുത്തെ ആശ്വാസം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എൻ്റെ പ്രാണനെ തണുപ്പിക്കണമേ, എൻ്റെ ആത്മാവിന് ആനന്ദം നൽകി തരണമേ. ഞാൻ ചിന്തയുടെ ആകുലങ്ങളാൽ, കർത്താവേ, ഞാൻ വിചാരത്താൽ, അതിൻ്റെ ബഹുത്വത്തിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ കുഴഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. എനിക്ക് അങ്ങയുടെ ആശ്വാസം, സമാധാനം നൽകിത്തരണമെന്നുള്ള പ്രാർത്ഥന ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ, ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ആശ്വാസം നിന്നിലേക്ക് പകർന്ന്, കർത്താവിൻ്റെ സമാധാനം നിന്നിലേക്ക് പകർന്ന്, നിനക്ക് ആനന്ദവും നിന്റെ ആത്മാവിനെ തണുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആഹ്വാനം ചെയ്ത്, യേശു വിളിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ. അവർക്കാണ് വിചാരങ്ങളുടെ ബഹുത്വം, അവർക്കാണ് ആശ്വാസം വേണ്ടത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന അവർക്കാണ് ആശ്വാസം. അവരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ മാർവോട് നിന്നെ നെഞ്ചോട് ചേർത്തണച്ച് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല യേശു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ വചനം പറയുന്നു, അവിടുത്തെ സ്വാതന്ത്ര്യം, അവിടുത്തെ ആശ്വാസം എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എത്ര ആശ്ചര്യമായ ഒരു തിരുവചനത്തെ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തന്നിരിക്കുന്നു. ബഹുത്വത്താൽ, വിചാരങ്ങളുടെ ബഹുത്വത്താൽ നീറിപ്പുകയുന്ന പ്രിയ ജീവിതമേ, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ ആത്മാവിനെ തണുപ്പിക്കുന്ന കർത്താവിൻ്റെ ആശ്വാസ വചനങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിന്നിലേക്ക് പുറപ്പെട്ടു വരട്ടെ.
ഹല്ലേലൂയ. അതിവേഗം ഓടുന്ന തിരുവചനം, ആശ്വാസത്തിൻ്റെ വചനം നിങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു വരട്ടെ. നിന്റെ തീരുമാനത്തെ മാറ്റി എഴുതുവാൻ നീ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ തീരുമാനം, വിചാരങ്ങളുടെ ബഹുത്വത്തിൽ ആ ചിന്ത ആകുലങ്ങളെ വർദ്ധിച്ചപ്പോൾ നീ എടുത്ത തീരുമാനത്തെ മാറ്റുവാൻ കർത്താവിൻ്റെ ആശ്വാസം ഇപ്പോൾ തന്നെ നിന്നിലേക്ക് കടന്നു വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. 94 സങ്കീർത്തനം 19 ആദ്യ ഭാഗം മനുഷ്യൻ്റെ പ്രശ്നമായാൽ രണ്ടാമത്തെ ഭാഗം ആ പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ആശ്വാസ വാക്കുകൾ, ആശ്വാസ വചനങ്ങൾ കർത്താവിനുണ്ട്. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വരിക. മനുഷ്യൻ്റെ വാക്കുകൾക്ക് പരിമിതികളുണ്ട്, അതിനെല്ലാം പരിമിതികളുണ്ട്. മനുഷ്യൻ ആശ്വസിപ്പിക്കുന്നത് പോലെയല്ല, അതിനെല്ലാം പരിമിതികളുണ്ട്. പരിമിതികളില്ലാത്ത ആശ്വാസ വചനങ്ങൾ തന്ന് നിന്നെ തണുപ്പിക്കുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വരിക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കണ്ണുകൾ അടയ്ക്കാം, ദൈവമുഖത്തേക്ക് നോക്കാം, യേശുവിനോട് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, അവിടുത്തെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ആശ്വാസമില്ലാതെ, വിചാരങ്ങളുടെ ബഹുത്വത്തിൽ, ആകുലങ്ങളുടെ വർധനവിൽ, ചിന്തകളാൽ ഭാരപ്പെട്ട് എന്ത് തിന്നും എന്ത് കുടിക്കും, ജീവിതത്തെക്കുറിച്ചുള്ള, തലമുറയെക്കുറിച്ചുള്ള, ഭാവിയെക്കുറിച്ചുള്ള ആകുലങ്ങളാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ആശ്വാസത്താൽ അവരുടെ ഹൃദയത്തെ, അവരുടെ ആത്മാവിനെ തണുപ്പിക്കണമേ. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ നാമം പറഞ്ഞ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ആശ്വസിപ്പിച്ചതിനാൽ നന്ദി, അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. സകല സമാധാനത്തിൻ്റെ ഉറവിടമായ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കുമാറണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ